നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ലിറ്റി ജോർജ് ആണ് ഈ സായം സന്ധ്യയിലെ നമ്മുടെ MC. സ്നേഹപൂർവ്വം ലിറ്റിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സ്വർഗീയ അനുഭൂതി പകരുന്ന ഒന്നാണ് സംഗീതം. മനസ്സിന് കുളിർമയേകാനും താളം തെറ്റിയ മനസ്സിന് ആശ്വാസമേകാനും സംഗീതത്തിനാകുമെന്ന് ശാസ്ത്രം പോലും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കല, സംഗീതം എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഈറ്റില്ലങ്ങളാണ്, നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി തീർന്നിരിക്കുന്നു. കലയോടും കലാകാരന്മാരോടുള്ള സ്നേഹത്തിലും നിങ്ങളുടെ മനസ്സിലും തങ്കലിപികളാൽ ആലേപനം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സംഗീത സന്ധ്യയാണിന്ന്. 33 വർഷത്തോളം മലയാളിക്ക് സുപരിചിതമായ മധുര ശബ്ദം, നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മഹാഗായകൻ NG ശ്രീകുമാർ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ 4000-ലധികം ഗാനങ്ങൾ. ഏറ്റവും നല്ല ഗായകനുള്ള നാഷണൽ അവാർഡ് 2 പ്രാവശ്യം അദ്ദേഹത്തെ തേടിയെത്തി. മികച്ച പിന്നണി ഗായകനുള്ള കേരള സർക്കാരിന്റെ അവാർഡ് 3 പ്രാവശ്യം അദ്ദേഹം ഏറ്റുവാങ്ങുകയുണ്ടായി. ഇതിനു പുറമെ ഏഷ്യാനെറ്റ്, സൺ TV, സൂര്യ TV, കൈരളി TV തുടങ്ങിയ ചാനലുകൾ എണ്ണിയാനാവാത്ത അവാർഡുകൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. സംഗീതത്തിൽ മാത്രമല്ല, നല്ലൊരു സംഗീത സംവിധായകനും അവതാരകനും ചലച്ചിത്ര നിർമ്മാതാവും അഭിനേതാവും കൂടിയാണെന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. സ്വതസിദ്ധമായ മധുരസ്വരവും വളരെ എളിമ നിറഞ്ഞ സംസാരവും നിഷ്കളങ്കമായ പൊട്ടിച്ചിരിയുമെല്ലാം മലയാളിയുടെ പൊന്നോമന ശ്രീകുട്ടനാക്കി മാറ്റി. ഈ ഓഡിറ്റോറിയം അതിമനോഹരമായ സംഗീത വിരുന്നിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആ മധുരസ്വരം കേൾക്കാനും അദ്ദേഹത്തെ നേരിട്ട് കാണാനുമുള്ള ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. സെന്റ് അൽഫോൻസ കേരള കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ പേരിലും ബാംഗ്ലൂരിലെ എല്ലാ മലയാളികളുടെ പേരിലും ഈ മഹാഗായകനെ, വലിയ സംഗീതജ്ഞനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് വലിയ ഹർഷാരവത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇരുന്നാണ് സെന്റ് അൽഫോൺസ കേരള കാത്തലിക് കമ്മ്യൂണിറ്റി, അവർക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇവിടെ ഈ പ്രോഗ്രാം എടുത്തത് സോണിയാണ്. സോണിക്ക് നന്ദി പറയുന്നു. പിന്നെ ഇതിനെല്ലാം അദ്ദേഹം പാടുന്നില്ലേ? പേര് പറഞ്ഞായിരുന്നു ഞാൻ. കിട്ടി അല്ല, എന്തായിരുന്നു? ലിറ്റി ജോർജ്. ലിറ്റി, തെറ്റിപ്പോയി. ഞാൻ വെച്ച് കിട്ടി എന്നാണ്. ലിറ്റി ആണ്. അപ്പൊ ഇവരെല്ലാം ഞാൻ കുറച്ച് ഉച്ച 2 മണിയോട്ട് ഇവിടെ ഉണ്ട്. ആയിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ അവരെ ബഹുമാനിക്കുന്നു. ദേ ആർ ഓൾ ദ ബെസ്റ്റ് സിംഗേഴ്സ്. നല്ലൊരു കാര്യം. അടുത്ത എനിക്ക് പറയേണ്ടല്ലോ, എന്താണ്, അദ്ദേഹമാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എല്ലാവരും. സ്നേഹസംഗീതം 2015 നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, 2007 ഐഡിയ സ്റ്റാർ സിംഗറിലെ ഏറ്റവും മികച്ച ഗായികയായി നമ്മുടെ മനം കവർന്ന ടീനു ടെനേഴ്സ്. അതിമനോഹരമായ സ്വരവും നിഷ്കളങ്കമായ ചിരിയും ഈ സുന്ദരി ഗായിക മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറി.
ഏറെ സ്നേഹത്തോടെ ടിനു ടെനസിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സംഗീത സംവിധായകൻ റോണി റാഫേൽ 30-ഓളം അധികം ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ഇദ്ദേഹം സിനിമാ ലോകത്തിന്റെ നിറസാന്നിധ്യം. ഒരുപക്ഷെ ആരും മറന്നു കാണില്ല, റിമി ടോമിയുടെ പ്രോഗ്രാമിനും ഇദ്ദേഹം ഉണ്ടായിരുന്നു, അല്ലേ? റോണി റാഫേൽ, എല്ലാവരും ഒരു നല്ല കൈയടി കൊടുത്തേ. വാൻകൂവറിലേക്ക് വീണ്ടും സ്വാഗതം. അതെ, ഈ സംഗീത നിശ നിങ്ങളുടെ മനസ്സിലെ മറക്കാനാവാത്ത ഒരു രാത്രിയായിരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൊന്മഴ പെയ്യുന്ന ഈ സംഗീത സന്ധിയിലേക്ക് ഒരിക്കൽ കൂടി എവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വലിയ നന്ദി ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹസംഗീതം 2015 ഇവിടെ വലിയ നമ്മുടെ മഹാഗായകനോടും ഇവിടെ കോറസ് പാടാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതിന് 1000 നന്ദി. കോറസ് പാടിയവർക്ക് ഒരു കൊച്ചു സ്നേഹ സമ്മാനം ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. ആദ്യമായി മിസ്റ്റർ ജോർജ് ജോസഫ്, മിസ്റ്റർ സോജൻ ജേക്കബ്, ഗിറ്റാറിസ്റ്റ് മനു വർഗീസ്, അഭിലാഷ് ഭാസ്കർ, ഡിറ്റി കാക്കശ്ശേരി, ആനി ജോർജ്, ദീപ ജോസഫ്, ആൻസി മാത്യു, നീതു ജോൺ, ബീന സാം. എന്താണെന്നറിയില്ല, എനിക്ക് മാത്രമില്ല, അവസാനം ചെക്കായിരിക്കും. എന്താ നോക്കാം. താങ്ക് യു. Thank you very much.